ഇന്ത്യയിൽ നിന്ന് വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി സർവീസ് നടത്തുന്ന ആദ്യ ഹജ്ജ് വിമാനം സൗദിയിലെത്തി. കരിപ്പൂരിൽ നിന്നും ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ സംഘത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ഹജ്ജ് മിഷൻ പ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും നൽകിയത്. കരിപ്പൂരിൽ നിന്നും ജിദ്ദയിലെത്തിയ ആദ്യ വിമാനത്തിൽ 166 വനിതാ തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രതിനിധികളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും KMCC OICC പ്രതിനിധികളും ചേർന്ന് തീർത്ഥാടകരെ സ്വീകരിച്ചു. ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ തീർത്ഥാടകർ ബസ് മാർഗം മക്കയിലേക്ക് പോയി. നമ്മൾ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ സ്ത്രീകൾ ഒറ്റക്കായിട്ട് വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ള, പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ഹാപ്പിയാണ് എല്ലാവരുടെയും ഒരു ബുദ്ധിമുട്ടൊന്നിനും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. എല്ലാവരുടെയും ഞങ്ങളെ നോക്കാൻ എല്ലാ സഹായത്തിനും എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ നന്ദിയുണ്ട്. ഇനിയും മാറുന്നില്ല. ഇങ്ങനെ വരുന്നവരോട് മുഴുവനും പറയണം ഇങ്ങനെ പോകണം. ഭയങ്കര നല്ല സന്തോഷത്തിലാണ് നമ്മളെല്ലാം വരുന്നത്. മഹ്റമില്ലാതെ 3410 വനിതകളാണ് കേരളത്തിൽ നിന്ന് മാത്രം ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. കരിപ്പൂരിൽ നിന്നും 1991, കൊച്ചിയിൽ നിന്ന് 832, കണ്ണൂരിൽ നിന്ന് 587 തീർത്ഥാടകർ പുറപ്പെടും. കരിപ്പൂരിൽ നിന്ന് മാത്രം ഈ മാസം 28 വരെ 12 വിമാനങ്ങൾ വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി സർവീസ് നടത്തും. മഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി താമസിക്കാനുള്ള കെട്ടിടങ്ങളും യാത്ര ചെയ്യാനുള്ള ബസ്സുകളും ക്ലിനിക്കുകളുമെല്ലാം മക്കയിലും മദീനയിലും ഒരുക്കിയിട്ടുണ്ട്. മഹ്റമില്ലാത്ത 5000-ലധികം തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 3400-ലധികം തീർത്ഥാടകരും കേരളത്തിൽ നിന്നാണ്. മക്കയിലും മദീനയിലുമെല്ലാം വളരെ വിപുലമായ സൗകര്യങ്ങളാണ് പ്രത്യേകം ഇവർക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.